അടിമാലിയിലും പരിസര പ്രദേശങ്ങളിലും എല്ലാ ഹർത്താലും അതുപോലെ തന്നെ വാഹനങ്ങൾ തടയുകയും ചില സംഘടനകൾ റോഡിൽ ശയന പ്രദക്ഷിണം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ആവിഷ്കരിക്കുകയും എല്ലാം ചെയ്തു. വലിയ പ്രതിഷേധമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും വലിയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്. ഹൈക്കോടതിയിൽ ഗവൺമെൻറ്റിന് വേണ്ടി വാദിക്കുന്നത്, ഗവൺമെൻറ്റിന് വേണ്ടി ഈ നിർമ്മാണം നടത്തണമെന്ന് വാദിക്കേണ്ട സ്ഥാനത്ത് നാഗരാജ് നാരായണൻ എന്ന് പറയുന്ന ഫോറസ്റ്റിൻ്റെ ഗവൺമെൻറ് പ്ലീഡറാണ് അപ്പിയർ ചെയ്തത്. അതുപോലെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത് ഗവൺമെൻറ്റിന് വേണ്ടിയും ചീഫ് സെക്രട്ടറിക്ക് വേണ്ടിയും സത്യവാങ്മൂലം സമർപ്പിച്ചത് സ്പെഷ്യൽ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി ഫോറസ്റ്റ് ജ്യോതിലാൽ എന്ന് പറയുന്നയാളാണ്. അദ്ദേഹം സത്യവാങ്മൂലം സമർപ്പിച്ചത് മുൻപ് 100 അടി വീതിയിൽ റവന്യൂ ഭൂമിയാണെന്ന് അസന്നിഗ്ധമായി ഹൈക്കോടതി പ്രഖ്യാപിക്കുകയും ഹൈക്കോടതി ഉത്തരവുണ്ടാവുകയും അതിനെതിരെ ഉണ്ടായിട്ടുള്ള റിവിഷൻ പെറ്റീഷൻ തള്ളിക്കളയുകയും ചെയ്ത അതേ വിധി, ആ വിധി പുനഃപരിശോധിച്ചുകൊണ്ട് ഇദ്ദേഹം കൊടുത്ത വനമാണെന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധി ഉണ്ടായത്. വനമാണെന്ന് സർക്കാർ തന്നെ പറയുമ്പോൾ പിന്നെ മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല. വനത്തിൽ കൂടി റോഡ് നിർമ്മിക്കേണ്ടതിൻ്റെ രീതിയിൽ തന്നെ റോഡ് അനുമതി എല്ലാം വാങ്ങി നിർമ്മിച്ചാൽ മതി എന്നുള്ള നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. ഗവൺമെൻറ് നിരുത്തരവാദപരമായ സമീപനം സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് 1000 കോടി രൂപയോളം മുടക്കി നല്ല രീതിയിൽ, അതായത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ റോഡ് നിർമ്മിക്കുന്നത് ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആ ജോലി തടഞ്ഞിരിക്കുന്നത്. ഇത് വളരെ പ്രതിഷേധാർഹമായ കാര്യമാണ്. ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒളിച്ചുകളി അവസാനിപ്പിച്ചുകൊണ്ട് റിവ്യൂ പെറ്റീഷൻ കൊടുക്കുകയും ഈ കാര്യത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കുകയും ഇത് നെടുമ്പാശ്ശേരി മുതൽ കോയമ്പത്തൂർ വരെ, അതുപോലെ തന്നെ പെരിയാറിൻ്റെയും അതുപോലെ തന്നെ മുതിരപ്പുഴയാറിൻ്റെയും സംഗമിക്കുന്ന ആ സ്ഥാനം വരെയുള്ള ലക്ഷോപലക്ഷം ജനങ്ങൾ ജീവിക്കുന്ന വളരെയധികം പട്ടണങ്ങളുള്ള ഈ പ്രദേശം മുഴുവൻ ഡീനോട്ടിഫിക്കേഷൻ ചെയ്തിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ട് ഗവൺമെൻറ് തന്നെ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. വലിയ വികസനം ആണ് തടയപ്പെടുന്നത്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഹൈറേഞ്ചിലെ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഹൈക്കോടതി ഇത്തരം ഉത്തരവിട്ടതും. ആ ഹൈക്കോടതി വിധി നടപ്പിലായാൽ തീർച്ചയായും ഈ ഹൈറേഞ്ച് മേഖലയുടെ ആകെ സ്വപ്നങ്ങൾ തകരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. അതുകൊണ്ട് അടിയന്തരമായി ഭരണതലത്തിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. അല്ലാത്ത പക്ഷം വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സമുദായ സംഘടനകൾ, വ്യാപാരി സംഘടനകൾ എല്ലാം ചേർന്നുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭത്തിനാണ് തയ്യാറെടുക്കുന്നത്. 14-ാം തീയതി വലിയ രീതിയിലുള്ള ഒരു യോഗം, ഇതിനുവേണ്ടി ആലോചനാ യോഗം കൂടുകയാണ്. വലിയ പ്രക്ഷോഭത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ കാര്യത്തിൽ അറിയിക്കാനുള്ളത്.